ഹായ്, ഞാൻ ശ്രീലത. ഇന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ്. ഇതൊരു കലങ്കാരി മെറ്റീരിയലാണ്. ആദ്യം നമുക്ക് ബാക്ക് സൈഡാണ് കട്ട് ചെയ്യേണ്ടത്. അതിനാവശ്യമുള്ള തുണി മാത്രം എടുത്ത് രണ്ടായി മടക്കിയിടുക. ബാക്ക് സൈഡിന് ആവശ്യമായ തുണി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആവശ്യമുള്ള ലൂസും കൂടി ചേർത്ത് തുണി മടക്കിയിടുക. ഇവിടെ ചെസ്റ്റ് സൈസ് 38 ഇഞ്ചാണ്. 38നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് ടോട്ടൽ 11 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 12 ഇഞ്ച് വിഡ്ത്തിലാണ് ഇപ്പോൾ ഈ തുണി ഇവിടെ മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത് ആണ് ആദ്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ ലെങ്ത് 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് 16 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. തുണി രണ്ടായാണ് മടക്കിയിടേണ്ടത്. മടക്ക് ഭാഗം എപ്പോഴും നമ്മുടെ ഭാഗത്തായിട്ട് ഇടുക. ഇനി ഷോൾഡർ അടയാളപ്പെടുത്താം. ഇവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ 6.25 മാർക്ക് ചെയ്യുന്നു. ബാക്ക് സൈഡ് ഇറക്കുന്ന അനുസരിച്ചിട്ട് ആം ഹോൾ കയറ്റി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതെങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആം ഹോൾ വരച്ചിട്ട് അതൊരു ബോക്സ് ആക്കി മാറ്റുക. ഇവിടെയാണ് ചെസ്റ്റ് ലൈൻ. ഈ ചെസ്റ്റ് ലൈനിലാണ് നമ്മളുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് വേണം നമ്മളിവിടെ അടയാളപ്പെടുത്തുവാനായിട്ട്. ഇവിടെ ചെസ്റ്റ് സൈസ് 38 ഇഞ്ചാണ്. അതിൻ്റെ 4/1 9.5 ഇഞ്ച്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്യുന്നു. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ലൂസ് കൂടി ഇവിടെ മാർക്ക് ചെയ്യും. ഇനി ഇവിടെ ആം ഹോൾ കർവ് വരയ്ക്കാം. ആം ഹോൾ ലൈൻ വരച്ചിരിക്കുന്നതിൻ്റെ കോണിലായിട്ട് ടേപ്പ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആം ഹോൾ ലൈനിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. ഇവിടെ 6.25 ഇഞ്ചാണ് ആം ഹോൾ ലൈൻ. അപ്പോൾ ഒരു 3 ശേഷമുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. കൈകൊണ്ട് നേരിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം. അടുത്തതായിട്ട് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ഞാനിവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. താഴേക്ക് നെക്ക് ഡെപ്ത് 7 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതൊരു ബോക്സാക്കി വരയ്ക്കാം. എന്നിട്ട് നെക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. യു നെക്കാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. വൈഡാക്കി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ടുള്ള വളച്ച് വരച്ചിരിക്കുന്ന ആ ഭാഗം ബോക്സിന് പുറത്താക്കി നമുക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ ബോക്സിനകത്താക്കി ആണ് വരച്ചെടുക്കുന്നത്. നെക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ നെക്ക് ഡെപ്തിൻ്റെ പകുതി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടം തൊട്ട് വളച്ച് വരച്ചെടുത്താൽ മതി. ഇനി താഴെ വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ 34 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ 8.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി ആഡ് ചെയ്യുന്നു. ഈ 1 ഇഞ്ച് ഇവിടുത്തെ ഡാർട്ടാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യുമ്പോൾ 11 ഇഞ്ച് കിട്ടുന്നു. ഈ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ 8.5 ഇഞ്ച് വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 1 ഇഞ്ച് ഡാർട്ട് മാർക്ക് ചെയ്യുന്നു. ബാക്കിയുള്ളത് തയ്യൽ തുമ്പായ 1.5 ഇഞ്ചാണ്. ഇനി ഈ ചെസ്റ്റും വേസ്റ്റും കൂടി നമുക്കൊരു ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് സൈഡിൻ്റെ മെഷർമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യണം. അതിനായി തുണി രണ്ടായി മടക്കി ഇതുപോലെ ഇടുക. ഇതിൻ്റെ ഫോൾഡിങ് സൈഡ് നമ്മുടെ ഭാഗത്താണ്. അവിടെ ഒരു 1/4 ഇഞ്ച് മാർജിൻ ഇടുക. ഈ മാർജിന് ശേഷമായിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഷോൾഡർ, ആം ഹോള്, നെക്ക് ഇതെല്ലാം ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുക്കുക. ബാക്ക് സൈഡിനെ കഴിഞ്ഞു 1.5 ഇഞ്ച് വിഡ്ത്ത് കൂട്ടി വേണം നമ്മൾ ഫ്രണ്ട് സൈഡിൽ അടയാളപ്പെടുത്താനായിട്ട്. മുകളിലും താഴെയും അതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിനേക്കാളും 1 ഇഞ്ച് ലെങ്ത് കൂടുതലായിരിക്കണം ഫ്രണ്ട് സൈഡിൽ. അതിനായിട്ട് 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി അതൊരു ലൈനായിട്ട് വരച്ചെടുക്കുക. ചെസ്റ്റും വേസ്റ്റും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിനെ കഴിഞ്ഞും 1 ഇഞ്ച് ലെങ്ത് കൂടുതലാണ് ഫ്രണ്ട് പാർട്ടിന്. അതുപോലെ തന്നെ വിഡ്ത്ത് 1.5 ഇഞ്ച് കൂടുതലാണ്.
ഫ്രണ്ട് ആം ഹോൾ നമ്മൾ വരച്ചിട്ടില്ല. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഡെപ്ത് അടയാളപ്പെടുത്താം. ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് താഴ്ത്തി ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തിയിട്ട് അതൊരു സ്ക്വയറായിട്ട് വരയ്ക്കുക. അതിനുശേഷം യു ഷേപ്പിൽ അതിവിടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് ലൈൻ വരയ്ക്കാം. അതിനായിട്ട് ഷോൾഡറിൽ നിന്നും 10 ഇഞ്ച് താഴെയായിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഫോൾഡിംഗ് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് 4 ഇഞ്ചിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്നും 10 ഇഞ്ച് താഴെയും ഫോൾഡിംഗ് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് 4 ഇഞ്ച് മാറിയുമായിട്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. താഴെ വേസ്റ്റ് ലൈനിലും ഇതേ 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇനി ആം ഹോളിൻ്റെ അവിടെ ഒരു 5.25 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ 3 പോയിൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആം ഹോൾ കർവിൽ 5.25 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൽ നിന്നും 10 ഇഞ്ച് താഴെയും ഫോൾഡിംഗ് സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് 4 ഇഞ്ച് മാറിയും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. താഴെ വേസ്റ്റ് ലൈനിലും 4 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പോയിൻ്റുകളും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ 3 പോയിൻ്റുകളും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ, അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 1.5 ഇഞ്ചിൻ്റെ ഡാർട്ടാണ് നമ്മളിവിടെ ഇടുന്നത്. നമ്മൾ സാധാരണ ബ്ലൗസിന് 3 ഇഞ്ചിൻ്റെ ഒരു മാർക്ക് ഇടത്തില്ലേ, അത് തന്നെയാണ് ഇവിടെ 1.5 ഇഞ്ചിൻ്റെ ഒരു മാർക്ക് ഇടുന്നത്. അതുപോലെ തന്നെ ഇതാ ഇവിടെയായിട്ടൊരു 1/4 ഇഞ്ച് ഒന്ന് ചെരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും നമ്മളിപ്പം വരച്ച 1.5 ഇഞ്ചിൻ്റെ ഡാർട്ട് പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചുകൊണ്ട് വന്നിട്ട് അവിടെ എത്താറാകുമ്പോഴത്തേനും ഒന്ന് ചെരിച്ച് വരയ്ക്കുക. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കരുത്. വരച്ചു കൊണ്ടുവന്നിട്ട് ഒന്ന് ചെരിച്ച് ആ പോയിന്റിലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ആം ഹോൾ റൗണ്ടിൻ്റെ അവിടെ 5.25 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 10 ഇഞ്ചിലും ഫോൾഡിംഗ് സൈഡിൽ നിന്ന് 4 ഇഞ്ചിലുമായിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വേസ്റ്റ് ലൈനിൽ ഒരു 4 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. അവിടെ നിന്നും റൈറ്റ് സൈഡിലേക്ക് 1.5 ഇഞ്ചിൽ ഒരു ഡാർട്ടിന് വേണ്ടിയിട്ടൊരു പോയിൻറ്റും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ആ ലൈൻ വരച്ചിട്ടില്ലേ, ആ വരച്ചതിൽ കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആ ഡാർട്ട് വരച്ചിട്ടില്ലേ 1.5 ഇഞ്ചിൻ്റെ, അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനായിട്ട് തുണി ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. ലെങ്ത് മാർക്ക് ചെയ്യാം. ഇവിടെ 11 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടി ചേർത്തിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അടിയിൽ നിന്ന് മുകളിലേക്കാണ് ഇവിടെ മാർക്ക് ചെയ്തു എന്നേ ഉള്ളേ. അതിനുശേഷം മുകളിൽ നിന്നും 3 ഇഞ്ച് താഴെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ടത് ലൈനാക്കുക. അതിനുശേഷം സ്ലീവ് ലൂസ് 8.5 ഇവിടെ മാർക്ക് ചെയ്യുക. ആ ലൈനിൽ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് 4.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് മിഡ് പോയിൻറ്റിൻ്റെ മുകളിലും താഴെയും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ബോട്ടം റൗണ്ട് അടയാളപ്പെടുത്താം. ഇവിടെ 6 ഇഞ്ചാണ്. 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് ലൂസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിലും 1.5 ഇഞ്ച് ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് ഒരു ലൈനാക്കി വരച്ചെടുക്കാം. ഇനി ഇവിടെ നമുക്ക് ബാക്ക് ആം ഹോൾ വരയ്ക്കാം. ഇതുപോലെ മുകളിൽ നിന്നും വരച്ചിട്ട് നമ്മൾ മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻ്റ്
ടച്ച് ചെയ്ത് ഇതുപോലെയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. ഇത് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ബാക്ക് ആം ഹോളാണ്. മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ടച്ച് ചെയ്ത് വേണം വരച്ചെടുക്കാനായിട്ട്. ഇനി താഴെ നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അത് നമ്മൾ വരച്ചെടുക്കുന്നത് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ സ്ലീവ് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് ആം ഹോളാണ്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവ് നമ്മൾ ബ്ലൗസിൽ എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ, അതായത് ചീത്തവശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ നേരത്തെ മാർക്ക് ചെയ്തില്ലായിരുന്നോ 1/2 ഇഞ്ച് താഴെയായിട്ട്, ആ 1/2 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആ 1/2 ഇഞ്ചും കൂടെ ഇവിടെ കട്ട് ചെയ്താൽ മതി. വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ബൈ.